ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തുനിന്ന് ലക്ഷ്യക്കുട്ടിയാണ് വരുന്നത്. വെൽക്കം ലക്ഷ്യക്കുട്ടി ഓൺ സ്റ്റേജ്. ഒത്തിരി വലിയ ഉടുപ്പായിരുന്നു ഇത്. അതെ അല്ലേ? കട്ട് ചെയ്ത് കളഞ്ഞോ? ലക്ഷ്യക്കുട്ടി എന്തോ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മക്കളെ എന്തോ എനിക്കൊരു പരാതി ഉണ്ട് മോളെ. അതെ, എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. മോടെ പിതാവ് മോടെ അച്ഛൻ മോടെ അച്ഛൻ ഇവാനെ എടുത്ത് വെള്ളത്തിൽ നിഷ്കരണം എറിഞ്ഞു എന്നറിഞ്ഞു. സത്യമാണോ എന്നറിയാം. പറയുന്ന ഒക്കെ കള്ള. അച്ഛൻ ഒന്നും ചെയ്തില്ല. വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്കി. അച്ഛൻ പറയൂ. അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ സംഭവം ഇവിടെ പ്രശ്നം തെളിവെടുപ്പിനായിട്ട് ആൾക്കാർ റെഡിയായി. അച്ഛൻ വെറുതെ അവനെ പറ്റിക്കാൻ വേണ്ടിട്ട് പറയാ. പക്ഷെ ശരിക്കും വീണോ? പക്ഷെ അവൻ ഇവിടെ ലൈവായിട്ട് വന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. മോളെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. എന്നിട്ട് ലച്ചുവിനെ എടുത്ത് കരയിൽ വെച്ചു, അവനെ എടുത്ത് വെള്ളത്തിലിട്ടു. ഓനെ ബോട്ടിൽ അച്ഛൻ കൊണ്ടുപോയതാ. വെള്ളത്തിലൊന്നും ഇട്ടില്ല. ബോട്ടിൽ? ഏത് ബോട്ടില്? വെള്ളം കുടിക്കുന്ന ബോട്ടിലോ? അച്ഛന് മീൻ കച്ചവടമുണ്ട്. അതിന് പോയപ്പോ അവിടെ അവനെ അവനെ ഇട്ട് മീൻ പിടിക്കാൻ അവന് എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവനെ ഞങ്ങള് കൊണ്ടുപോയി. എന്നിട്ട് അവനെ വെള്ളത്തിൽ മുക്കി. വെള്ളത്തിൽ മുക്കിയപ്പോ മീൻ തിന്നു. വെള്ളത്തിൽ മുക്കിയില്ല, ബോട്ടിൽ. ബോട്ടിൽ നിർത്തിയതേ ഉള്ളൂ. അതേ ഉള്ളു. ഞാൻ ബോട്ടിൽ മറ്റേ വാട്ടർ ബോട്ടിലാന്ന് വിചാരിച്ചിരിക്കുക കുഞ്ഞു പറയുമ്പോ. ഇവാനെ ഇട്ടത്. ബോട്ടിൽ ഇരുത്തി അവനെ കൊണ്ടുപോയി തള്ളാൻ നോക്കി. എന്തായാലും മോളെ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, ഇങ്ങനെ ഇമാതിരി ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യരുത് അച്ഛൻ. അതെ അച്ഛൻ, എനിക്ക് പറയാൻ വയ്യ. കുഞ്ഞുങ്ങളെ വെള്ളത്തിലെടുത്ത് അറിയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിക്കത്തില്ല. അങ്ങനെ വല്ലതും പറഞ്ഞ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അണ്ണാച്ചി എടുത്തറിഞ്ഞാലും എന്നെ അവസാനം വല്ല തിമിംഗലം വന്ന് വിഴുങ്ങിക്കൊണ്ട് പോകും. അതെ, എനിക്കാണെങ്കിൽ ഒരു കുപ്പി വെള്ളം മതി അണ്ണാച്ച. എനിക്ക് ഒട്ടും നീന്തൽ അറിഞ്ഞു. വേറെ ശരത്തങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. അതൊക്കെയാലും പോട്ടെ. ബോട്ടിൽ ഇറക്ക, അല്ലാതെ പുഴയെ കൊണ്ടിടല്ല. പൊയെ കൊണ്ടിട്ടില്ല ശരത്തങ്ങളെ. ഏത് പോയാലും ഏത് പോയാ? ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു പുഴ ഉണ്ട്. പുഴയുണ്ട്. പുഴയ്ക്ക് പേരില്ലേ? പുഴയ്ക്ക് പുഴ കുനിയക്കടവ്. ആ അത് പറ. നിങ്ങൾ എത്ര ദിവസം അവിടെ വന്ന് തുണി കഴിയിട്ടുണ്ടോ? പിന്നെ പഴയ ഓർമ്മകളെ. ഓ, ഞങ്ങളവിടെ കുനിയക്കടവിലായിരുന്നു മക്കളെ ഞങ്ങള്. അലക്കാൻ പോക്കോണ്ട് അലക്കായിരുന്നു ഞങ്ങളുടെ ജോലി. ഇതൊക്കെ തൂക്കിയിട്ട് വിഴുപ്പൊക്കെ എടുത്തിട്ട് പോയി ഞങ്ങൾ അങ്ങ് അലക്കും. ഒരു സമയത്ത് ഞങ്ങൾക്ക് പാട്ടില്ലായിരുന്നു മോളെ. അപ്പൊ ആ സമയത്ത് ഇതായിരുന്നു പരിപാടി. ആ സമയത്ത് ഞങ്ങൾ താളം ഞാനൊരു ചോദ്യം ചോദിക്കാം. കേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് സൈക്കിളിൽ ഇത് വെച്ച് കെട്ടി അവിടെ പോയിട്ട് ഞങ്ങള് സോപ്പ് ഇട്ടിട്ട് താളം അടിച്ചുണ്ടാക്കും. എന്നാ കാണിച്ചു, ഞാനിപ്പോ ഒന്നടിക്കാം. അതായത് നമ്മള് ജോലി ചെയ്യുന്ന അറിയാതിരിക്കാൻ വേണ്ടിട്ട് ജുഗൽബന്ദി നടത്തുമായിരുന്നു ഞങ്ങള്. തുണി അടിച്ച് അങ്ങനെ പലരുടെ തുണി കീറി മക്കളെ. അങ്ങനെ അലക്കി വെളുപ്പിച്ചു ഞങ്ങള്. ലച്ചുകുട്ടിയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഈ ഏത് കടവായിരുന്നു? കുനിക്കടവ്. ആ കുഞ്ഞിക്കടവിൽ വന്നാണ് ഇവര് അലക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ അലക്കുമ്പോ ഒരു ഒച്ച കേക്കും. അങ്ങനെ താളം, അങ്ങനെയാണ് പാട്ടുണ്ടാക്കിയത് അവര്. മനസ്സിലായോ? അലക്ക് എങ്ങനെയാണോ? ആ ഫസ്റ്റ് സോപ്പൊക്കെ ഇടണ്ടേ? അതൊക്കെ സോപ്പ് ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് സോപ്പ് ഇട്ടു, ഇത് ഒരെണ്ണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വലിച്ച് കല്ലില് ആ പെണ്ണല്ലേ എത്ര പേര് വലിയ പാടാ മോളെ ഇങ്ങനെ. പേടിച്ചു എത്ര പേര് പോകുന്നു നോക്കാതെ. എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാൻ. വായപ്പല്ലില്ല, കാലിക്കണ്ണുണ്ട്. അത് നീ തന്നെ ലച്ചുകുട്ടി. അതെ 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 ലച്ചുകുട്ടി. വായിൽ പല്ലില്ല, കാലിക്കണ്ണുണ്ട്. വായിൽ പല്ലില്ല, പക്ഷെ കാലിൽ കണ്ണുണ്ട്. അറിയില്ല. എനിക്കറിയാം, ഞാൻ പറയത്തില്ല. ഞാനും അതിന്റെ ആണോ? എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. എങ്കി പറ. ഇല്ല. കത്രിക. ടഫ് ക്ലൂ വരുന്നത്. അടുത്തത് തിന്നാൻ പറ്റാത്ത അട. തിന്നാൻ പറ്റാത്ത അട. പാലടയല്ല, പങ്കടയല്ല. ശരത്തങ്ങളുടെ കണ്ണിലുണ്ട്, എംജിയുടെ കണ്ണട. നല്ല ക്ലൂ, അസാമാന്യമായ ക്ലൂ മോളെ.
ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? പാട്ടുണ്ടായിരുന്നു ഇല്ല തീർന്നു 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 അത്രേ ആ, എന്നാ മതി.